എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ കാണുന്ന മേൽപ്പാലത്തിൽ നിന്നാണ് ചെങ്ങോട്ടുകാവ് നന്ദി ബൈപ്പാസിൻ്റെ തുടക്കം. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഗതാഗതക്കുരുക്കുള്ള കൊയിലാണ്ടി കൊല്ലം ടൗണുകളെ ഒഴിവാക്കിക്കൊണ്ട് 11 കിലോമീറ്റർ ദൂരത്തിലാണ് ബൈപ്പാസ് നിർമ്മിക്കുന്നത്. ഈ ഭാഗങ്ങളിൽ സർവീസ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. സർവീസ് റോഡിന്റെ അവസാനഘട്ട ടാറിങ്ങിന്റെ പ്രവൃത്തികൾക്കായി റോഡ് ക്ലീൻ ചെയ്യുന്ന വർക്കുകൾ നടക്കുന്നുണ്ട്. പാലത്തിൽ കൈവരികൾ സ്ഥാപിക്കുന്ന ജോലിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പാലം മണ്ണിട്ട് നികത്തി ഉയർത്തേണ്ട സ്ഥലങ്ങളിൽ ഉയർത്തുന്ന ജോലിയും നടക്കുന്നുണ്ട്. 6 വരിയിലേക്ക് പ്രവേശിച്ചാൽ ഇവിടെ നിന്നും കുന്നിയോറ മല വരെ പാത നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ക്രാഷ് ബാരിയറുകളുടെ നിർമ്മാണം ചില സ്ഥലങ്ങളിൽ ഒഴികെ പൂർത്തിയായി. ഇനി അവസാനഘട്ട ടാറിംഗ് മാത്രമേ നടക്കാനുള്ളൂ. എന്നാൽ 2025 മെയ് മാസത്തോടെ കരാർ കാലാവധി പൂർത്തിയാകുന്ന അഴിയൂർ വെങ്ങളം റീച്ചിൽ 45% പണികൾ മാത്രമേ ഇതുവരെ പൂർത്തിയായിട്ടുള്ളൂ. എന്തു തന്നെയായാലും കരാർ കാലാവധി നീട്ടി നൽകുമെന്നതിൽ തർക്കമില്ല. പുതിയ അണ്ടർപാസുകളുടെ ഡിസൈനിങ്ങും മണ്ണ് ലഭിക്കാനുള്ള ബുദ്ധിമുട്ടുകളും തൊഴിലാളി ക്ഷാമവുമെല്ലാം വാഗഡിനെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. കരാർ ലഭിച്ച അദാനി ഗ്രൂപ്പ് സബ് കോൺട്രാക്റ്റായി വാഗഡിനെയാണ് തിരഞ്ഞെടുത്തത്. വാഗഡിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ റീച്ചുകളിലൊന്നായ കൊയിലാണ്ടി ബൈപ്പാസ് ഉൾപ്പെടുന്ന അഴിയൂർ വെങ്ങളം റീച്ചിന്റെ പ്രവൃത്തി വളരെയേറെ പ്രയാസം നിറഞ്ഞതായിരുന്നു. കാരണം 11 കിലോമീറ്ററിൽ പുതിയൊരു ബൈപ്പാസ്, പുതിയൊരു ഹൈവേ തന്നെ നിർമ്മിക്കേണ്ടതുണ്ടായിരുന്നു. ഈ കാണുന്ന കോമത്തുകര ഭാഗത്ത് മണ്ണിടിച്ചിൽ ഒരു പുതിയ കാര്യമല്ല. സ്ഥലമേറ്റെടുപ്പിലെ അപാകത ഇവിടെയുള്ള ജനങ്ങളുടെ വീടിനും സ്വത്തിനും സംരക്ഷണമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. താമരശ്ശേരി കൊയിലാണ്ടി സംസ്ഥാന പാത കടന്നു പോകുന്നതിന് ഓവർപാസ് നിർമ്മാണം പൂർത്തിയായി ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട്. സംസ്ഥാന പാതയിലേക്കുള്ള സർവീസ് റോഡുകളുടെ നിർമ്മാണം അതിവേഗം നടക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് സംസ്ഥാന പാതയിലെ ഓവർപാസ്. ഈ റീച്ചിൽ വളരെയധികം പണികൾ നടക്കുന്നത് ഇവിടെയാണ്. ഈ കാണുന്ന മണമൽ ഭാഗത്ത് അണ്ടർപാസിനു വേണ്ടി ശക്തമായ പ്രക്ഷോഭം നടന്നിരുന്നു. എന്നാൽ 500 മീറ്ററിനപ്പുറത്തുള്ള മുത്താമ്പി റോഡിൽ അണ്ടർപാസ് പൂർത്തിയായി കഴിഞ്ഞതിനാൽ മണമൽ റോഡിൽ കളക്ടർ അണ്ടർപാസ് അനുവദിച്ചില്ല. ഈ കാണുന്ന 6 വരിയുടെ താഴെ കൂടിയാണ് കൊയിലാണ്ടി മുത്താമ്പി റോഡിലെ അണ്ടർപാസ് കടന്നു പോകുന്നത്. ഇവിടെ വരെയാണ് 6 വരിയുടെ പ്രവൃത്തി 90% പൂർത്തിയായത്. ഈ കാണുന്ന ഭാഗമാണ് പന്തലായിനി കാട്ടുവയൽ റോഡ്. ഈ ഭാഗത്ത് മണ്ണിട്ടുയർത്തി പ്രവൃത്തി നടക്കാനുണ്ട്. ജനങ്ങളുടെ ശക്തമായ സമരം നടന്ന ഈ ഭാഗത്ത് നിലവിൽ ബോക്സ് കൾവർട്ടിന്റെ സാധ്യതകൾ നാഷണൽ ഹൈവേ അതോറിറ്റി ആലോചിക്കുന്നുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ മണ്ണ് കൊണ്ടുവന്ന് നിറയ്ക്കുന്ന പ്രവൃത്തികളും നടക്കുന്നുണ്ട്.
ഈ കാണുന്നത് പെരുവട്ടൂർ അമ്രോളി കനാലിൽ നിന്നുള്ള വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനമാണ്. ഇവിടെ നിന്നും കുന്നിയോറ മല വരെ മണ്ണിട്ട് നികത്തി വേണം റോഡിൻ്റെ പണി പൂർത്തിയാക്കാൻ. ഇവിടെയൊന്നും സർവീസ് റോഡിൻ്റെയോ ഡ്രൈനേജിൻ്റെയോ പ്രവൃത്തികൾ തുടങ്ങിയിട്ട് പോലുമില്ല. കുന്നിയോറ മലയിലേക്കുള്ള റോഡിൻ്റെ പ്രവൃത്തി പോലും ആരംഭിച്ചിട്ടില്ല. അങ്ങ് ദൂരെ കാണുന്ന ആ ഭാഗമാണ് കുന്നിയോറ മല. ഇവിടെ ശക്തമായ ജനകീയ സമരം നടന്ന ഒരു ഭാഗമാണ്. വലിയ കുന്നുകൾ അശാസ്ത്രീയമായി ഇടിച്ചതുമൂലം വലിയ രീതിയിൽ മണ്ണിടിച്ചിൽ നടന്നിട്ടുണ്ട്. പ്രക്ഷോഭത്തെ തുടർന്ന് സർവീസ് റോഡില്ലാതെയാണ് ആറുവരിപ്പാതയുടെ നിർമ്മാണം ഈ ഭാഗങ്ങളിൽ നടക്കുന്നത്. ഇവിടെ ആറുവരിപ്പാതയുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. മണ്ണിടിച്ചിൽ മൂലം ദുരിതത്തിലായ ജനങ്ങളുടെ വീടും സ്ഥലവും ഏറ്റെടുക്കുന്നതിനുള്ള ചർച്ചകൾ നാഷണൽ ഹൈവേ അതോറിറ്റി ആരംഭിച്ചിട്ടുണ്ട്. അതിനുവേണ്ട 3A 3D വിജ്ഞാപനങ്ങൾ താമസിയാതെ പ്രസിദ്ധീകരിച്ചേക്കാമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കുന്നിയോറ മല കഴിഞ്ഞാൽ അടുത്ത ഭാഗം കൊല്ലം നെല്ലിയാടി അണ്ടർപാസാണ്. അണ്ടർപാസിന്റെ മുകളിലേക്ക് മണ്ണിട്ട് നികത്തി 6 വരിയുടെ പ്രവൃത്തി നടക്കുന്നുണ്ട്. അണ്ടർപാസിന്റെ നിർമ്മാണം പൂർത്തിയായി ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുമുണ്ട്. അണ്ടർപാസിനിടയിൽ ടാറിംഗ് പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. സർവീസ് റോഡുകളും സംരക്ഷണ ഭിത്തികളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഡ്രൈനേജിന്റെ പ്രവൃത്തികൾ പല സ്ഥലങ്ങളിലും നടക്കാനുണ്ട്. അടുത്ത അണ്ടർപാസ് വരുന്നത് ആനക്കുളം മുജുകുന്ന് റോഡിനാണ്. ഇവിടെയും അണ്ടർപാസ് നിർമ്മാണം പൂർത്തിയായി ഗതാഗതം നടക്കുന്നുണ്ട്. അണ്ടർപാസിന്റെ മുകളിലൂടെയുള്ള 6 വരിപ്പാതയ്ക്കുള്ള മണ്ണ് നിറയ്ക്കൽ ഇവിടെയും നടക്കുന്നുണ്ട്.
മൂടാടി ഭാഗത്ത് വരുന്ന ഈ അണ്ടർപാസിൻ്റെയും നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. 6 വരിയുടെ ടാറിംഗ് പ്രവൃത്തികൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്നും മുന്നോട്ട് കാര്യമായ പ്രവൃത്തികളൊന്നും നടക്കുന്നില്ല. റോഡ് നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായ സ്ഥലങ്ങളിലാണ് വാഗഡിൻ്റെ മെറ്റൽ സംഭരിച്ചിരിക്കുന്നത്. കൂടാതെ നന്ദിയിലേക്ക് എത്തുമ്പോൾ ഉള്ള കാഴ്ചകളാണ് ഇതെല്ലാം. ഇവിടെയെല്ലാം 6 വരി പാത നിർമ്മാണം പൂർത്തിയായതാണെങ്കിലും ഡ്രൈനേജ് നിർമ്മാണം ഇനിയും നടക്കാനുണ്ട്. അഴിയൂർ വെങ്ങളം റീച്ചിലേക്ക് പ്രവൃത്തിക്കാവശ്യമായ സാധനങ്ങൾ ഇവിടെയാണ് നിർമ്മിക്കുന്നത്. നന്ദിയിൽ വരുന്ന ഓവർ ബ്രിഡ്ജിന്റെ ബാക്കി പ്രവൃത്തി ആരംഭിക്കണമെങ്കിൽ വാഗഡിന്റെ നിർമ്മാണ യൂണിറ്റ് ഉൾപ്പെടെ ഇവിടെ നിന്നും മാറ്റി സ്ഥാപിക്കേണ്ടി വരും.